കേട്ടറ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങൾക്ക് കേട്ടറ്റ് യോഗ്യത നിർബന്ധമാക്കി സർക്കാർ ഉത്തരവ് വന്നിരിക്കുന്നു. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് നടപടി. നെറ്റ്, PhD, സെറ്റ് ഉൾപ്പെടെ ഉയർന്ന യോഗ്യത ഉള്ളവരും ഇനി അധ്യാപകരാകാൻ കേട്ടറ്റ് പാസ്സാകണം. ഹൈസ്കൂൾ അധ്യാപകരെ പ്രധാനാധ്യാപക തസ്തികയിലേക്ക് പരിഗണിക്കാനും ഈ കേട്ടറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നു. ശ്രാവൺ കൃഷ്ണ ചേരുകയാണ്. ശ്രാവൺ, അപ്പോൾ നേരത്തെയുള്ള ഇളവുകളൊക്കെ റദ്ദാക്കിക്കൊണ്ട് പുതിയ മാർഗനിർദ്ദേശങ്ങളാണ്. എന്തൊക്കെയാണ് അതിന്റെ ഉള്ളടക്കം? സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്. കേട്ടറ്റ് ഇനി സംസ്ഥാനത്ത് അധ്യാപക നിയമനങ്ങൾക്ക് സ്ഥാനക്കയറ്റത്തിന് ഉൾപ്പെടെ നിർബന്ധമായിരിക്കും. നേരത്തെ ഉയർന്ന യോഗ്യതയുള്ളവരെ, അതായത് നെറ്റ്, PhD, MPhil, MEd പോലെയുള്ള സെറ്റ് ഉൾപ്പെടെ ഉയർന്ന യോഗ്യതകൾ ഉള്ളവരെ ഈ കേട്ടറ്റ് പാസ്സാകുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരുന്ന ആ ഇളവുകൾ ഇനി ലഭിക്കില്ല. ഈ യോഗ്യത ഉള്ളവരും ഇനി സംസ്ഥാനത്ത് സ്കൂളുകളിൽ അധ്യാപകരാകുന്നതിന് വേണ്ടി കേട്ടറ്റ് പാസ്സായിരിക്കണം എന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത്. അതുപോലെ ഹൈസ്കൂൾ അധ്യാപകർക്ക് അവർക്ക് പ്രധാന അധ്യാപകരായി സ്ഥാനക്കയറ്റം കിട്ടണമെങ്കിലും ഹയർ സെക്കൻഡറിയിലേക്ക് മാറ്റം കിട്ടണമെങ്കിലും കേട്ടറ്റിന്റെ ലെവൽ 3 പാസ്സായിരിക്കണം എന്നാണ് സർക്കാർ ഇപ്പോൾ ഈ ഉത്തരവിൽ പറയുന്നത്. അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന ഇളവുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് കേട്ടറ്റ് സംസ്ഥാനത്തെ സ്കൂൾ അധ്യാപക നിയമനങ്ങൾക്ക് നിർബന്ധമാക്കിയുള്ള സർക്കാർ ഉത്തരവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിൽ ഇളവ് നൽകിയതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഈ ഇളവുകൾ നൽകേണ്ടതില്ല എന്ന രീതിയിൽ ഉത്തരവ് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇപ്പോൾ ഇളവുകൾ ഒഴിവാക്കിയിരിക്കുന്നത്. ഇത് ഒരുപാട് അധ്യാപകരെ ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു തീരുമാനമാണ് എന്ന് അധ്യാപക സംഘടനകൾ ഇതിനോടകം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ഥാനക്കയറ്റത്തിന് ഉൾപ്പെടെ ഈ കേട്ടറ്റ് നിർബന്ധമാക്കില്ല എന്ന ഉറപ്പ് സർക്കാർ നൽകിയതാണ്. അതിൽ നിന്നുള്ള പിന്നോട്ട് പോക്കാണ് എന്നാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ഇപ്പോൾ വിമർശിക്കുന്നത്. പ്രധാനപ്പെട്ട മാറ്റം, ഇനി സംസ്ഥാനത്ത് ഏതൊരു സ്കൂളിലും അധ്യാപകരാകണമെങ്കിൽ മറ്റ് യോഗ്യതകൾ ഉണ്ടെങ്കിലും കേട്ടറ്റ് പാസ്സായിരിക്കണം എന്ന നിബന്ധന സർക്കാർ കൊണ്ടുവരുന്നു എന്നതാണ് ശീത. ശ്രാവൺ, അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഇതിൽ സംഘടനകളൊക്കെ ഉയർത്തുന്ന പ്രതിഷേധത്തോടൊപ്പം നിൽക്കുന്ന തീരുമാനമായിരുന്നു ഇതുവരെ സർക്കാർ എടുത്തിരുന്നത്. പക്ഷേ സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി അത് യോഗ്യത അത് നിർബന്ധമാക്കിയേ തീരൂ സർക്കാരിന്. അപ്പോൾ ആ ഒരു തീരുമാനത്തിലേക്ക് കടക്കുമ്പോൾ ഇത് ഹയർ സെക്കൻഡറി തലം വരെ, അതിനു മുൻപുള്ള ഹൈസ്കൂൾ വരെയുള്ളവർക്കുള്ള നിയമനം, അതിൽ PhD ഹോൾഡർ ആണെങ്കിൽ പോലും ഇനി കേട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അധ്യാപകരാകാൻ പറ്റുകയുള്ളൂ. നിലവിൽ സർവീസിലുള്ളവർക്കാണെങ്കിൽ ഇനി അത് എഴുതിയെടുത്താൽ മാത്രമേ സ്ഥാനക്കയറ്റം, പ്രൊമോഷൻ, HM തസ്തിക ഒക്കെ കിട്ടുകയുള്ളൂ. ആ രീതിയിലേക്കൊക്കെ അല്ലേ ഇതിലെ മാർഗനിർദ്ദേശങ്ങൾ പറയുന്നത്? അതെ ശീതൽ, നിലവിൽ LP UP സ്കൂളുകളിൽ അധ്യാപകരാകണമെങ്കിൽ കേട്ടറ്റിന്റെ കാറ്റഗറി 1, 2 ഈ 2 ലെവലുകൾ പാസ്സാകുന്നവർക്കാണ് LP UP സ്കൂളുകളിൽ അധ്യാപക നിയമനങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുക. അത് ഇനിയും തുടരും. ഒപ്പം തന്നെ ഈ ഹൈസ്കൂൾ തലത്തിലുള്ള ഭാഷാധ്യാപകർ, അവർ കേട്ടറ്റ് കാറ്റഗറി 3 നേടിയവരാണെങ്കിൽ കേട്ടറ്റ് 4 നേടേണ്ടതില്ല എന്ന വ്യവസ്ഥ അത് തുടരും എന്നീ ഉത്തരവിൽ പറയുന്നുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, ഈ നെറ്റ്, അതുപോലെ സെറ്റ്, MPhil, PhD, MEd തുടങ്ങിയ യോഗ്യതകൾ, അത് ഉയർന്ന യോഗ്യതകളാണ്. സെറ്റ് ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനുള്ള അധ്യാപകരാകാനുള്ള യോഗ്യതയാണ്. നെറ്റ് കോളേജ് അധ്യാപകരാകാനുള്ള യോഗ്യതയാണ്. ഇതുപോലെ PhD ആയാലും MEd ആയാലും MPhil ആയാലും ഉയർന്ന യോഗ്യതകളാണ്. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ കൂടി സംസ്ഥാനത്തെ സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിന് പരിഗണിക്കണമെങ്കിൽ കേട്ടറ്റ് കൂടി പാസ്സായിരിക്കണം എന്ന പ്രധാന വ്യവസ്ഥയാണ്, നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് സർക്കാർ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് അങ്ങനെ വരുമ്പോൾ ഈ സ്ഥാനക്കയറ്റ നിയമനങ്ങൾക്ക് ഉൾപ്പെടെയും ഇത് ബാധകമാകുന്നുണ്ട്. അതായത് പ്രധാനമായും ഹൈസ്കൂൾ അധ്യാപകർക്കാണ്. നിലവിൽ ഹൈസ്കൂൾ അധ്യാപകരായിരിക്കുന്നവരിൽ കേട്ടറ്റിന്റെ ലെവൽ 3 പാസ്സായിരിക്കുന്നവർക്ക് മാത്രമാണ് പ്രധാന അധ്യാപകരാകാനുള്ള യോഗ്യത ഉണ്ടായിരിക്കുക എന്നാണ് സർക്കാർ ഉത്തരവിൽ പറഞ്ഞത്. മാത്രമല്ല, ഇവർക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് ബൈ ട്രാൻസ്ഫർ ലഭിക്കുന്നതിന് വേണ്ടിയും കേട്ടറ്റിന്റെ ലെവൽ 3 പാസ്സായിരിക്കണം. അങ്ങനെ അധ്യാപക നിയമനങ്ങൾക്കും സ്ഥാനക്കയറ്റത്തിനും ഉൾപ്പെടെ ഹയർ സെക്കൻഡറിയിലേക്ക് മാറ്റം കിട്ടാനും സ്കൂൾ അധ്യാപകർക്ക് കേട്ടറ്റ് നിർബന്ധമാവുകയാണ്. പുതിയ നിയമനങ്ങൾക്കും അതെ ചെയ്തു. അപ്പോൾ കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്, അത് ഈ സംസ്ഥാനത്ത് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ പൂർണ്ണമായി ഇനി മറ്റു വഴികളില്ല എന്ന നിലപാടിലേക്ക് ഇപ്പോൾ എത്തിയെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ ശ്രാവൺ? സുപ്രീം കോടതിയുടെ വിധിന്യായത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാർ ഈ ഉത്തരവ് ഇറക്കുന്നത്. നേരത്തെ ഈ നൽകിയ ഇളവുകൾ, അതിന് എതിരായുള്ള സുപ്രീം കോടതി വിധി, ആ പശ്ചാത്തലത്തിലാണ് ആ ഇളവുകൾ പിൻവലിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് സർക്കാർ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. കൂടുതൽ അധ്യാപകരെ, പ്രത്യേകിച്ച് ഈ PhD ഉൾപ്പെടെ നെറ്റ്, സെറ്റ് ഉൾപ്പെടെയുള്ള യോഗ്യതയുള്ള, MEd ഉൾപ്പെടെ യോഗ്യതയുള്ള അധ്യാപകരുണ്ട്. അവർക്ക് ഇനി സ്കൂളുകളിൽ അധ്യാപക നിയമനത്തിന് അപേക്ഷിക്കണമെങ്കിൽ, അധ്യാപക നിയമനം നേടണമെങ്കിൽ കേട്ടറ്റ് കൂടി പാസ്സാകേണ്ടി വരുന്നു എന്ന വ്യവസ്ഥ വരികയാണ്. അപ്പോൾ നിരവധി ഉയർന്ന യോഗ്യതയുള്ള അധ്യാപക നിയമനം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക്
പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് എന്നാണ് ഇപ്പോൾ അധ്യാപക സംഘടനകളും വിമർശിക്കുന്നത്. അവർക്ക് പ്രധാനപ്പെട്ട ആക്ഷേപം സ്ഥാനക്കയറ്റം ഉൾപ്പെടെയുള്ളവ പ്രതിസന്ധിയിലാകുമെന്നതാണ്. ഹൈസ്കൂൾ അധ്യാപകർക്ക് പ്രധാന അധ്യാപക തസ്തികയിലേക്ക് വരണമെങ്കിൽ ഇനി കേട്ടറ്റ് ലെവൽ 3 എഴുതി പാസ്സായിരിക്കണം എന്ന നിബന്ധന വരുമ്പോൾ ആ രീതിയിലുള്ള വിമർശനമാണ്, പ്രതിഷേധമാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനയിൽ നിന്നുൾപ്പെടെ ഇപ്പോൾ ഉയരുന്നത്. ശീത, യെസ്, അതാണ്. അപ്പോൾ ആ വികാരം ഇനി ഉണ്ടാകും. ഈ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അത് നിർബന്ധമാക്കി തന്നെ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതിൽ ഇളവുകളൊക്കെ റദ്ദാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തിരിക്കുകയാണ്. നേരത്തെ ഇതിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് നീങ്ങും, നിയമവഴി തേടുമെന്നൊക്കെ സർക്കാർ പറഞ്ഞെടുത്തു നിന്നാണ് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് അധ്യാപക നിയമനത്തെ, സ്ഥാനക്കയറ്റത്തെ ഒക്കെ ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളത് വലിയ ചോദ്യമാണ്. വരും ദിവസങ്ങളിലൊക്കെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും.